അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അങ്ങോട്ട് തുടങ്ങാം അല്ലേ. അപ്പോൾ രാവിലത്തെ കുറച്ച് പരിപാടികളൊക്കെ കഴിഞ്ഞ ശേഷമാണ് കേട്ടോ ഞാൻ ഇന്ന് എൻ്റെ വീഡിയോ സ്റ്റാർട്ടാക്കിയത്. രാവിലെ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് മുറ്റമൊക്കെ ഒന്ന് മുൻഭാഗമൊക്കെ ഒന്ന് അടിച്ചു വാരി, പിന്നെ സിറ്റ് ഔട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് അടിച്ചു വാരി തുടച്ചു. അവിടെ ഒന്ന് റെഡിയാക്കിയതിന് ശേഷം നമ്മൾ കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അലക്കാനുള്ളതൊക്കെ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള കുറച്ച് പണികളൊക്കെ ഞാൻ തീർത്തതിന് ശേഷമാണ് നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യണത്. അപ്പം ഇന്നിതാ നല്ല നൂൽപുട്ടും പിന്നെ ഇന്നലത്തെ മീൻ കറി ഉണ്ടായിരുന്നു കേട്ടോ. ഇന്നലെ നല്ല പുഴമീൻ പോലത്തെ മീൻ, അതായത് നല്ല ടേസ്റ്റുള്ള നെയ്മീനൊക്കെ പോലെ നല്ല എന്താ പറയുക, നമുക്ക് കറിയൊക്കെ വെക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ്, നല്ലൊരു ഇതൊക്കെ വന്ന് ഒരു നല്ല മീനായിരുന്നു. അതിൻ്റെ കൂടെ ബത്തലും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ആ മീൻ കറി വെച്ചിട്ട് അതിന് തലയും വാലൊക്കെ ഇട്ടിട്ട് എല്ലാവരും മീൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് ടേസ്റ്റ് എന്താ വെച്ചാൽ കുറേ കാലം കൂടിയിട്ട് മീൻ കറി കഴിച്ചതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയില്ല, നല്ല ടേസ്റ്റ് തോന്നി കേട്ടോ. അപ്പോൾ അത് കുറച്ച് ബാക്കിയുണ്ട്. അപ്പം അതുള്ളതുകൊണ്ട് ഞാൻ ഗതി നൂൽപുട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ ഞാൻ മുട്ടയും പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ന് കഴിക്കാനുള്ള മുട്ടയൊക്കെ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കറിയൊന്നും ഉണ്ടാക്കാനില്ലാത്തതുകൊണ്ട് കുറച്ചൊരു ഒഴിവുണ്ട്. വേഗം വന്ന് ചൂടുവെള്ളം പാർന്നിട്ട് ഒന്ന് അരിപ്പൊടിയൊക്കെ കുഴച്ച് അങ്ങനെ നൂൽപുട്ട് ചൂടാനുള്ളൂ. ഒന്ന് ഒരു സെറ്റ് വെന്തിട്ടല്ലേ അടുത്ത് ഇടാൻ പറ്റുള്ളൂ. പിന്നെ ആകെ ഞാൻ 2 ഗ്ലാസ് പൊടിയായിട്ട് എടുത്തത്. അപ്പോൾ എന്നിട്ട് തന്നെ കുറച്ച് കൂടുതലുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ശീലമായിട്ടേ മക്കളൊക്കെ ഉള്ളത് അങ്ങനെ ശീലം. ഇപ്പോൾ കുറച്ച് ഒരു ഗ്ലാസ്സൊക്കെ എടുത്തിട്ട് എനിക്ക് തികയോ എന്നൊക്കെ തോന്നുക. പിന്നെ 2 ഗ്ലാസ് എടുത്തിടും. പിന്നെ അതാണെങ്കിൽ കൂടുതലാവും. അപ്പോൾ എന്തായാലും ഞാൻ അത് അടുപ്പത്ത് വെച്ചിട്ട് ഇങ്ങനെ എന്താ പറയുക, അലക്കാനുള്ളതൊക്കെ അങ്ങനെ നോക്കുക, അങ്ങനെയൊക്കെയുള്ള ഓരോ പരിപാടി കേട്ടോ. അപ്പോൾ ഒന്നും ഇതുമൂന്ന് എന്നും പറഞ്ഞയച്ചിട്ടില്ല മദ്രസക്ക്. ഇന്നലെ പറഞ്ഞയച്ചിട്ട് പിന്നെ ഛർദ്ദിച്ചൊക്കെ വന്നപ്പോൾ എന്തോ പോലെ ആയിട്ട് ഇന്നിപ്പോൾ ഞാൻ കരുതി ഇന്ന് സ്കൂൾക്കൊന്ന് പറഞ്ഞേക്കാം, മദ്രസ് ഇന്ന് പോകണ്ടെന്നൊക്കെ കരുതി. ഓളെ എഴുന്നേൽപ്പിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്നലെ പിന്നെ ഗുളിക കൊണ്ടുവന്നില്ല, എനിക്ക് തോന്നുന്നു അലർജീൻ്റെ ഗുളിക പോലെ ഒരു ഗുളിക ഉണ്ട്. നല്ല ക്ഷീണമുണ്ട് കേട്ടോ അവൾക്ക്. പിന്നെ അത് കുടിച്ച് കിടന്നിട്ട് എന്താ അറിയില്ല, ഭയങ്കര രാവിലെ വിളിച്ചിട്ടൊന്നും എഴുന്നേൽക്കണില്ല. ഞാൻ ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ വിളിക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടൊന്നും എഴുന്നേൽക്കുന്നില്ല കേട്ടോ. അപ്പം ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡാണെങ്കിൽ ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ 9:30 ആ സമയത്താട്ടോ മൂപ്പര് എത്തുക. എന്നിട്ട് ഓൾ എഴുന്നേൽക്കില്ല. ഇപ്പം ഞാൻ ഓളതാ വിളിച്ച് എഴുന്നേൽപ്പിക്കുക, ചായൻ്റെ കൂടെ ഗുളികയൊക്കെ കുടിക്കാനുള്ളതല്ലേ. എന്നിട്ടൊന്നും ഓൾ എഴുന്നേറ്റില്ല. അപ്പം ഞാൻ ഇവിടെ ഫുഡൊക്കെ റെഡിയാക്കി മേശപ്പുറത്തോടെ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ മൂപ്പര് മൂപ്പര് ചായ കുടിക്കാൻ തുടങ്ങിയിട്ടാണ്. കട്ടൻ ചായയൊക്കെ ഉണ്ടാക്കി കൊടുത്തു. അവർ സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. അതിന് ഞാൻ വേഗം എനിക്കൊരു ഗ്ലാസ് ചായ ഉണ്ടാക്കി. പിന്നെ അറിയാമല്ലോ, നമ്മൾ 2 ഈത്തപ്പഴം എടുത്ത് ഒരു കണക്കാക്കിയപ്പോൾ ഒരു 4-5 ബദാമോ അങ്ങനെ ഞാൻ നോക്കിയിട്ട് തന്നെയാണ് ചെയ്തത്. അപ്പോൾ സത്യം പറയുക, ഇന്ന് രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ ഇന്ന് എന്തായാലും സ്ട്രിക്റ്റായിട്ടാട്ടോ പോണത്. ഇനി ഞാൻ ഡയറ്റ് തുടങ്ങി എന്നൊക്കെ വിചാരിച്ച് രാവിലെ നല്ല രീതിയിൽ സ്റ്റാർട്ടാക്കും. പക്ഷേ ഒരു പിന്നെ ഉച്ചയ്ക്ക് വലിയ കുഴപ്പമുണ്ടാവില്ല. പിന്നെ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഇങ്ങനെ പൊട്ടി പോകണത് കാണാം. ഇനി അതുകൊണ്ട് എന്താ അറിയില്ല, വെയിറ്റ് അങ്ങോട്ട് കുറയണമില്ല, സ്റ്റെക്കായി അങ്ങനെ നിൽക്കുകയാണ്. എന്തോ ഒരു മടുപ്പൊക്കെ വന്ന പോലെ കേട്ടോ. അത്ര ഞാൻ പറയില്ല, ഒരു 100 ദിവസം എന്നൊക്കെ വെയിറ്റ് ലോസ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. മാക്സിമം 50 ദിവസം അത് സ്ട്രിക്റ്റായിട്ട് ചെയ്യാൻ നിർത്തുക. എന്നിട്ട് പിന്നെ നമ്മൾ ഒരു മാസം ഗ്യാപ്പ് കൊടുത്തിട്ട് അങ്ങനെ ആയിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് ഇന്നെപ്പോലത്തെ ആൾക്കാർക്ക്. കാരണം നമ്മളിപ്പോൾ അങ്ങനെ വലിയ എന്താ പറയുക, ഭയങ്കര വാഷിങ് ഇതൊക്കെ ഉള്ള ആളൊന്നുമല്ല. നമ്മൾ സാധാ ഒരു വീട്ടമ്മയാണ്. നമുക്ക് പിന്നെ എന്താ പറയുക, കുറച്ച് എന്തെങ്കിലുമൊക്കെ കഴിക്കും, അങ്ങനെയൊക്കെ ഉള്ളതാണ് കേട്ടോ. എന്നാലും ഞാനിപ്പോൾ കണ്ടില്ല, എന്തൊക്കെയാണ് ഫുഡ് ഉണ്ടാക്കിയാലും കഴിയുന്നതും നമ്മുടേതായിട്ടുള്ള ആ ഒരു ഇപ്പോൾ വീട്ടിൽ ഉണ്ടാക്കുന്ന ഫുഡൊക്കെ, നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഫുഡൊന്നും കഴിക്കാനില്ല. നമുക്കായിട്ട് സ്പെഷ്യൽ മുട്ട പിന്നെ ഫ്രൂട്ട്സ് ഇതൊക്കെ ഇങ്ങനെ തിന്ന് നടക്കാറാണ്. എന്നാൽ എപ്പോഴെങ്കിലും നമുക്കങ്ങനെ കൊതിയും വരുമല്ലോ എന്തെങ്കിലുമൊക്കെ കഴിക്കാനായിട്ട്. അപ്പം ഏതായാലും ഞാൻ വേഗം ആ ചായ കുടിച്ച് കഴിഞ്ഞിട്ട് ഇന്ന് വേഗം കിച്ചണൊക്കെ ക്ലീനാക്കി. എനിക്കിന്ന് കുറച്ച് പരിപാടിയുണ്ട്. കാരണം നമ്മളെ സ്റ്റിച്ചിങ് ചാനൽ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് കേട്ടോ, സ്റ്റിച്ചിങ് ചാനലിൻ്റെ പേര് എന്താണെന്നൊക്കെ. അപ്പോൾ അതെൻ്റെ പേര് തന്നെയാണ്. സ്റ്റിച്ചിങ് ചാനലിൽ എൻ്റെ പേര് ശ്രുതി എന്നാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് സലാം എന്നാണ്. അപ്പോൾ ഫസ്റ്റ് ചാനൽ അതായിരുന്നു ഞാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ പേര് ശ്രുതി സലാം എന്നാണ് കേട്ടോ. അങ്ങനെയാണ് ഞാൻ തുടങ്ങിയിട്ടുള്ളത്. അപ്പം അതിലിങ്ങനെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോസ് മാത്രമേ ഞാൻ ഇടാറുള്ളൂ. വ്ളോഗൊക്കെ ആദ്യമൊക്കെ ഇടാറുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് അതിൽ സ്റ്റിച്ച് ചെയ്യുന്നത് മാത്രം ഇടാനാണ് താല്പര്യം. അങ്ങനെയാണ് ഞാൻ പിന്നെ ഈ ഒരു ചാനൽ തുടങ്ങി, നമ്മളെ വ്ളോഗ് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പം അതിൽ പിന്നെ ഒരു വീഡിയോ ഇട്ട് ഇനിയിപ്പോൾ എടുത്ത് വെച്ച വീഡിയോസൊന്നുമില്ല. അപ്പോൾ അതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് എന്തെങ്കിലും തയ്ക്കുന്ന വീഡിയോ ഒക്കെ എടുക്കണം. അപ്പോൾ അതിന്ന് ഞാൻ രാവിലെ തന്നെ കയറണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് വേഗം പരിപാടികൾ കഴിച്ചെന്ന് രാവിലെ തന്നെ വീഡിയോ എടുക്കാനും നിൽക്കാതെ എല്ലാ പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ നമ്മുടെ വീഡിയോ എടുക്കാൻ തുടങ്ങിയത് കേട്ടോ. അപ്പം ഇപ്പം ഞാൻ ഈ എഗ്ഗ് കഴിക്കണത് ഞാൻ സ്റ്റിച്ചിങ്ങൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം കേട്ടോ. ഞാനൊരു 10 മണിയൊക്കെ ആയപ്പോഴാണ് കയറി. അപ്പോഴും ഇതും എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വേഗം കിച്ചണൊക്കെ ക്ലീനാക്കി ഓടിപ്പോയി. പിന്നെ ഞാനൊരു 11:30
5:30ക്കാണ് ഇറങ്ങി വന്നത്. അപ്പോൾ അവിടുത്തെ പണി സ്റ്റിച്ചിങ് കഴിഞ്ഞ് വന്ന് ഈ ഒരു സമയത്ത് ഞാൻ താഴത്തേക്ക് ഇറങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര വിശപ്പിട്ടു. അപ്പോൾ ഞാൻ രാവിലെ നമ്മൾ നൂൽപുട്ടൊക്കെ ഉണ്ടാക്കിയപ്പോൾ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൽ നിന്ന് 2 മുട്ട എടുത്തിട്ട് അതിലിങ്ങനെ മീൻകറി ഇങ്ങനെ വെച്ച് ഇങ്ങനെ കഴിച്ചിട്ടോ. ആ മീൻകറി ടേസ്റ്റും മുട്ടയൊക്കെ ആയിട്ട് അങ്ങനെ അത് കഴിച്ചു. ആ കഴിച്ചതിന് ശേഷം വീണ്ടും ഞാൻ കിച്ചണിക്ക് എത്തിയിട്ടുണ്ട്. നമുക്ക് ഉച്ചയ്ക്കുള്ള ഫുഡ് ഉണ്ടാക്കാം. അപ്പം മൂപ്പർ പറഞ്ഞു, നൂൽപുട്ട് ബാക്കിയുണ്ടല്ലോ, എന്തിനാ വേറെ ഫുഡ് ഉണ്ടാക്കണം, അത് മതിയല്ലോ, പിന്നെ വേറെ എക്സ്ട്രാ ഒന്നും ഉണ്ടാക്കണ്ട, ഇടിയപ്പം തന്നെ, ഇടിയപ്പം നൂൽപുട്ടൊക്കെ പറയട്ടോ, അപ്പം അതന്നെ മതിയായിരുന്നു. അപ്പോൾ ഞാൻ സമാധാനമായിട്ടോ, ഇനി വേറെ ഫുഡൊന്നും ഉണ്ടാക്കണ്ടല്ലോ, പിന്നെ അത്യാവശ്യം ഉണ്ട്, കുറച്ച് കൂടുതൽ തന്നെ ഉണ്ട്. അപ്പം കഴിഞ്ഞതും ഞങ്ങളിപ്പോൾ രാവിലെ ഉണ്ടാക്കുന്നത് എന്താണോ അത് തന്നെയാണ് ഉച്ചയ്ക്ക് തിന്നാറുള്ളത്. കാരണം ആകെ 2 ആൾക്കാരല്ലേ ഉള്ളൂ. അപ്പോൾ അതുണ്ടായപ്പോൾ പിന്നെ ഞാൻ പിന്നെ മീൻകറി കഴിഞ്ഞിട്ടുണ്ട്. ഇന്നലത്തെ മീൻകറി അല്ലേ, അത് ചൂടാക്കി മീൻകറിയൊക്കെ ആണെങ്കിൽ ഞാൻ ഫ്രിഡ്ജിക്ക് വെക്കൂല കേട്ടോ. രാത്രി ഒന്ന് തിളപ്പിക്കും, പിന്നെ രാവിലെ ഒന്ന് തിളപ്പിക്കും. ആ തിളപ്പിക്കുന്നതിനനുസരിച്ച് ടേസ്റ്റ് കൂടി വരും, മീൻകറി പ്രത്യേകിച്ചും. കാരണം ആ മീനിലേക്ക് എല്ലാം മുളകും മസാലപ്പൊടികളും ആ പുളിയും ഒക്കെ കൂടെ എങ്ങനെയാണ് മിക്സായി വരുമ്പോൾ എനിക്ക് തലേന്ന് അന്ന് എന്നാണോ വെച്ചത് ആ വെച്ചതിനെങ്ങാണ് ടേസ്റ്റ് തോന്നൽ പിറ്റേന്നാട്ടോ നല്ല ഒന്നും കൂടി ടേസ്റ്റ് തോന്നുന്നത്. അപ്പോൾ ഞാൻ ചിക്കൻ കറിയൊക്കെ ആണെങ്കിൽ ഫ്രിഡ്ജിക്ക് വെക്കും, അത് പെട്ടെന്ന് കേടന്നെ പോലെയൊക്കെ തോന്നും. പക്ഷേ മീൻകറി അങ്ങനെയല്ല, മീൻകറി ഓരോ ദിവസം കഴിയുന്തോറും ടേസ്റ്റ് കൂടി വരും. അങ്ങനെ ഞാൻ പിന്നെ കറി കഴിഞ്ഞതുകൊണ്ട് ലേശം ബാജി പോലെ ഉണ്ടാക്കിയിട്ട് ഉരുളക്കിഴങ്ങ് ഉള്ളി തക്കാളിയൊക്കെ ഇട്ടിട്ട് അപ്പോൾ അത് വേവിച്ച് കുക്കറിൽ 2 വിസിലടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ തൂമിക്കാൻ വേണ്ടി നോക്കിയപ്പോഴാണ് കടുകിടുമ്പോഴല്ലേ അതിൻ്റെ ടേസ്റ്റ്. പിന്നെ ഞാൻ വെളിച്ചെണ്ണ ആണെങ്കിൽ പാർന്നും ചെയ്ത്, പിന്നെ അപ്പോൾ ഞാൻ വേഗം വെളിച്ചെണ്ണ അതിലേക്കാണ് പാർന്നിട്ട് പിന്നെ ജസ്റ്റ് അരിക്ക് മല്ലിച്ചപ്പും പുതിനയും ചെറിയ പീസാക്കി ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ഞാൻ കുരുമുളക് പൊടി ഇതൊക്കെ ഇട്ടിട്ട് അങ്ങനെ ബാജി ഉണ്ടാക്കി വെച്ചു. ആ മൂപ്പർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ബാജി. ഇനിയിപ്പോൾ അത് നമ്മൾ മാവ് അരച്ച് വെക്കുന്ന ദോശയൊക്കെയായാലും അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാനത് മല്ലിച്ചപ്പ് പുതിനയൊക്കെ ഇങ്ങനെ ജസ്റ്റ് മേലേക്ക് ഇട്ട് കൊടുത്ത് തിളപ്പിച്ചപ്പോൾ ഒന്നുകൂടി ടേസ്റ്റൊക്കെ കൂടിയിട്ടുണ്ട്. മറ്റേ അടുപ്പത്ത് ഞാൻ മീനാട്ടോ വറുത്ത്, ഇന്നലെയുള്ള ആ മീനിനെ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ നല്ല ടേസ്റ്റുള്ള മീൻ കേട്ടോ. പിന്നെ എനിക്കറിയില്ല, പേരൊന്നും എനിക്കറിയില്ല, നെയ്മീനാണ് തോന്നുന്നു. അപ്പോൾ അത് നല്ല രസമുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് പച്ചമുളകാണ് കൂടുതലിടുക, പിന്നെ കറിവേപ്പിലൊക്കെ അരച്ചിട്ട് ചേർക്കും. പിന്നെ അതിലേക്ക് കുരുമുളക് പൊടിയും പിന്നെ മൊരിഞ്ഞിക്കാൻ വേണ്ടിയിട്ട് ഇത്തിരി അരിപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ അതിങ്ങനെ വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഞാൻ പൊരിച്ചെടുക്കുന്നത്. ഇനിയിപ്പോൾ എത്രയായാലും മക്കളൊക്കെ കഴിക്കണമല്ലോ, അപ്പോൾ ഇപ്പോൾ ഞാൻ കഴിയുന്നത് പോയാലും ഉപയോഗിക്കാതെ നോക്കലാണ് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെയാണ് വറുത്തെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ മീൻ പൊരിച്ചതും നമ്മുടെ ഉരുളക്കിഴങ്ങ് ബാജിയും നൂൽപുട്ടൊക്കെയാണ് ഇന്നത്തെ ഫുഡ്. പിന്നെ കോളിഫ്ലവർ ഉണ്ട് കേട്ടോ ഫ്രിഡ്ജിൽ. അപ്പോൾ ഇങ്ങോട്ട് പറഞ്ഞു മീൻ പൊരിച്ചത് ഉണ്ടല്ലോ, കോളിഫ്ലവർ വേറെ ഏത് പിന്നെ രീതിയിൽ ഉണ്ടാക്കിയാലും അങ്ങനെ എനിക്കും വലിയ താല്പര്യമില്ല, മക്കൾക്കും വലിയ എല്ലാവർക്കും കോളിഫ്ലവർ ആയാലും അത് പൊരിച്ച് കഴിക്കണതാട്ടോ ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ വല്ലാതെ അതും ഇനി മീൻ ഏതായാലും വറുത്തതുണ്ട്, പിന്നെ അതിലേക്ക് ഇനി കോളിഫ്ലവറും കൂടി പൊരിച്ചിട്ടുണ്ടാകുന്ന ചെയ്തിട്ട് പിന്നെ ഞാൻ അങ്ങനെ എടുത്തില്ല. അങ്ങനെ ഒക്കെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞാൻ അങ്ങനെ ഫുഡ് കഴിക്കാൻ ഇരുന്നിട്ടുണ്ട്. 2 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇതും സ്കൂൾക്ക് പോകാത്തതുകൊണ്ട് സമയമൊക്കെ ഇപ്പോൾ ലേറ്റ് ആവുന്നുണ്ട്. മറ്റേ 1 മണിക്കുള്ള സ്കൂളിട്ട് വരും, നേരെയാണ് എല്ലാവരും ഫുഡ് കഴിക്കൽ. അവൾ 2:30 1:45 പോകും. അപ്പോൾ ഞാൻ പാത്രം കഴുകൽ കഴിഞ്ഞ് എൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഫ്രീ ആവുമായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല, അപ്പോൾ നേരം വൈകാനൊന്നുമില്ലല്ലോ, അവൾ വരാനില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് എന്ത് ചെയ്യും, അങ്ങനെ ലേറ്റ് ആവും കേട്ടോ. അപ്പോൾ ഇന്ന് ഞാനിതാ കുറച്ച് ഈ ബാജിയൊക്കെ ഉണ്ടാക്കിയപ്പോൾ ഒരു 2 നൂൽപുട്ട് നൂൽപുട്ട് പറഞ്ഞാൽ അങ്ങനെ വലിയ നൂൽപുട്ടൊന്നുമില്ല, അപ്പോൾ 2 നൂൽപുട്ടും കറിയും പിന്നെ കുറച്ച് മീൻ വറുത്തതാണ്. ഞാൻ ഉച്ച കഴിച്ച് തൈരൊക്കെ പറഞ്ഞിട്ട് ഇത് കഴിച്ചിട്ട്, കാരണം വേറെ പച്ചക്കറികളൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഉണ്ടാക്കാത്തതുകൊണ്ട് പിന്നെ എപ്പോഴുള്ള പിന്നെ എന്താ പറയുക, എല്ലാവരും പറയാറുണ്ട് വെജിറ്റബിൾസ് നല്ല കഴിക്കണം എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് എല്ലാവർക്കും എത്ര പച്ചക്കറി ഉണ്ടായത് കാര്യമില്ല, നമ്മളിവിടെ നോൺ വെജാണ് കൂടുതൽ കഴിക്കുക. അപ്പോൾ പച്ചക്കറി ഉണ്ടാക്കിയാലും അത് ബാക്കിയായിരിക്കും, അത് അങ്ങോട്ട് എടുത്തുവെച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് എടുത്തുവെച്ച് അത് അവിടെ അവസാനം ലാസ്റ്റ് ഫ്രിഡ്ജിൽ വെക്കും, പിന്നെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് പിന്നെ വേസ്റ്റ് ആക്കും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ പിന്നെ പച്ചക്കറിയൊക്കെ അല്ല ഉപ്പേരിയൊക്കെ കഴിക്കണമെങ്കിൽ മോള് വേണം കേട്ടോ, ഭയങ്കര ഇഷ്ടമാണ്. നല്ല തോരനൊക്കെ വെച്ചെടുത്താൽ പയറ് ക്യാബേജ് അങ്ങനെയൊക്കെ, ബാക്കി ആരും ഇവിടെ വല്ലാതെ കഴിക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പച്ചക്കറികൾ അധികം കാണാത്തത് കേട്ടോ. എനിക്കറിയാം നല്ല വെജിറ്റബിൾ നല്ല കുറവാണ് ഞാൻ കഴിക്കണതിൽ എന്നൊക്കെ അറിയാം, അത് ആദ്യം അങ്ങനെയാണ് ഞാൻ. പിന്നെ ഇഷ്ടപ്പെട്ട വെജിറ്റബിൾ പറയുന്നത് കോവക്ക പിന്നെ കോളിഫ്ലവറൊക്കെയാണ് കേട്ടോ എനിക്കിഷ്ടമുള്ള. അപ്പോൾ ഇപ്രാവശ്യം വെജിറ്റബിൾ വാങ്ങാൻ വേണ്ടി പോയപ്പോൾ കോവക്ക നോക്കിയിട്ട് കിട്ടിയില്ല. എനിക്കതാണ് ഇഷ്ടം എന്നുള്ളത് അറിയണോണ്ട് കുറേ നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷേ കിട്ടിയില്ല. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഞാൻ പിന്നെ വേഗം കിച്ചണൊക്കെ ക്ലീനാക്കി. പിന്നെ കാരണം എന്താ വെച്ചാൽ 2:30 2:45 തുത്ത് വിളിക്കൂട്ടോ. അപ്പം ഓള് വിളിച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് തന്നെയാണ് മോള് വിളിക്കുക. അപ്പോൾ എല്ലാവരും കൂടി ഒരു വീഡിയോ കോളായിരിക്കും, ഒരു 3-3:15 വരെ. പിന്നെ അതങ്ങനെ നീണ്ടു പോകും. അപ്പോൾ ആ ടൈം ആകുമ്പോഴേക്കും ഞാൻ വേഗം 2:30 ആകുമ്പോഴേക്കും എൻ്റെ പണികളൊക്കെ തീർക്കുകയെ, എന്നിട്ട് തീർത്തിട്ട്
ഞാൻ അതിന് ഇരുന്നാൽ കഴിഞ്ഞ് പിന്നെ 3:30 പിന്നെ കുറച്ച് നേരമൊക്കെ എടുക്കുമ്പോൾ 4 മണി ആ സമയത്താണ് ഞാൻ ഒരു നല്ലൊരു പിന്നെ എനിക്ക് ഭയങ്കര എന്താ പറയുക അന്ന് ഒരു ഇതുമൂൻ്റെ ഇപ്പം ഇങ്ങനെ നിൽക്കണോണ്ടാണോ എന്താ അറിയില്ല എനിക്കൊരു പനിക്കാൻ വരുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ ഹസ്ബൻഡിനും ഉണ്ടായിരുന്നല്ലോ പനിയൊക്കെ കൂടെ എനിക്കൊരു മേലും കൈയും വേദനയും പനിക്കാൻ വരുന്ന പോലുള്ളൊരു നമുക്കിങ്ങനെ തോന്നുമല്ലോ എന്തൊക്കെ ഒരു അസ്വസ്ഥത ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചായ അല്ലെങ്കിൽ ഞാൻ വൈകുന്നേരം കഴിഞ്ഞു ഇപ്പോൾ ചായ കുടിക്കാറുള്ള ദിവസം ഒരു ചായമേൽ ഞാൻ ഒതുക്കണുണ്ട് ഇപ്പോൾ അധികം 2 ചായ കുടിക്കാറുണ്ട്. ഇപ്പോൾ ഞാൻ കഴിയുന്നത് ഒരു ചായ മതി എന്നുള്ള ഒരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എനിക്കിങ്ങനെ തലവേദന വരുന്ന പോലെയും മേലും കൈ വേദനയ്ക്ക് വരുന്ന പോലെ തോന്നിയപ്പോൾ ഞാൻ ചായ കുടിച്ചു കേട്ടോ. അപ്പോൾ അത് കുടിച്ച് ഞാൻ ഇന്നത്തെ ഫുഡ് ഇവിടെ നിർത്താം എന്നൊക്കെയുള്ള പ്ലാനിൽ ഞാനിങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഇന്ന് പ്രതീക്ഷിക്കാതൊരു സംഭവം എന്താ വെച്ചാൽ നീനുവിന് പെട്ടെന്ന് അതായത് ഓൾ ഇന്നത്തെ ഡ്യൂട്ടി 4 മണി വരെ ഉണ്ടായിരുന്നു കേട്ടോ, 4-4:15 വരെ ഉണ്ടായിരുന്നു. ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങി ഓൾ പിന്നെ ഞാൻ ചോദിച്ചു ഇന്ന് ഓളോട് ചോദിച്ചു വെറുതെ ചോദിച്ചതാണ് ഇന്ന് ഈ ആഴ്ചത്തെ ലീവില്ലേ എന്നാണ് ലീവ് എന്ന് ചോദിച്ചപ്പോൾ ഓൾ അപ്പം തന്നെ ലീവൊക്കെ എഴുതണ ആളുണ്ടാവില്ല. അപ്പോൾ ഓൾക്ക് വിളിച്ചു. അപ്പോൾ വിളിച്ചപ്പം നോക്കിയിട്ട് പറയാമെന്നും പറഞ്ഞ് നോക്കി നോക്കുമ്പോൾ എന്താ നാളെയാണ് പിന്നെ വെള്ളിയാഴ്ചയാണ് ലീവ്. അപ്പോൾ എന്ത് ചെയ്തു പിന്നെ വേഗം പോരണ്ടേ, വേഗം ഹോസ്റ്റലിൽ പോയി അവിടുന്ന് സാധനമൊക്കെ എടുത്ത് അങ്ങനെ 5:30-5:45 ഇപ്പോൾ 6 മണീൻ്റെ ഉള്ളിൽ ബസ് കയറി. അപ്പോൾ ഞാൻ ബസ് കയറി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ വേഗം ഫുഡ് ഉണ്ടാക്കാൻ വന്നു. കാരണം ഞങ്ങൾ ഇന്നൊരു തട്ടിക്കൂട്ട് ലഞ്ചൊക്കെ അല്ലേന്നോ. അപ്പോൾ വൈകുന്നേരം ആണെങ്കിൽ മൂപ്പര് വന്നപ്പോൾ തന്നെ എൻ്റെ ഹസ്ബൻഡ് പിന്നെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ പഴമൊക്കെ കൊണ്ടാണ് വന്നത് കേട്ടോ. അപ്പോൾ ഇനിയോട് പറഞ്ഞു എനിക്ക് പഴം വാട്ടിയാൽ മതി, എനിക്ക് വേറെ ഒന്നും വേണ്ട, നല്ല ചായയും പഴം വാട്ടിയതും മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെ അതുണ്ടാക്കിയാൽ മതിയല്ലോ, ഇതുമുന്നേ അത് മതിയാവും എന്നൊക്കെ കരുതി നിൽക്കുമ്പോഴാണ് ഈ വിളിയും കാര്യങ്ങളൊക്കെ വന്നത്. അപ്പോൾ പിന്നെ ഫുഡൊന്നും ഇല്ലല്ലോ. അപ്പോൾ വേഗം ഞാൻ കിച്ചണിക്ക് കയറിയതാണ് ഈ കാണുന്നത്. വേഗം കയറിയത് പോക്ക് എന്താ വേണ്ടേ, ഇനി മുട്ടേ അങ്ങനെ എന്തെങ്കിലും മതിയോ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് കാര്യമായിട്ട് തന്നെ വേണം, ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല, നല്ല വിശപ്പുണ്ട് എന്നും പറഞ്ഞു. പിന്നെ ഓള് എന്താ അവിടുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് എന്തോ വാങ്ങിയിട്ടുണ്ടായിരുന്നു, സാൻഡ്വിച്ചും എന്തൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അത് വാങ്ങിയതിന് ശേഷമാണ് അറിഞ്ഞത് ലീവ് ഉള്ളത്. അപ്പോൾ പിന്നെ വേഗം ഹോസ്റ്റലിൽ പോയിട്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് വേഗം പാക്ക് ചെയ്ത് പോന്നതാണ്. അപ്പോൾ ഞാൻ ഇവിടെ എത്തുമ്പോഴേക്കും വേഗം ഫുഡ് ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ കുറച്ച് ചിക്കൻ ബാക്കിയുണ്ട് ഫ്രിഡ്ജിൽ. എൻ്റെ എപ്പോഴും ഞാനിങ്ങനെ കുറേശ്ശെ എടുത്ത് ഉണ്ടാവും എൻ്റെ അടുത്ത് ഇങ്ങനെ ഫ്രിഡ്ജിൽ. പിന്നെ ഫുള്ളായിട്ട് എടുത്ത് തീർക്കൂല കേട്ടോ, എനിക്ക് സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ തീരാനാവുമ്പോൾ ഞാൻ എൻ്റെ കെട്ടിനോട് പറയും, അപ്പോൾ ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ പിന്നെ അതിൽ നിന്ന് ഇങ്ങനെ എടുത്ത് കുറച്ച് എന്തെങ്കിലുമൊക്കെ അവിടെ ഉണ്ടാവും. അപ്പോൾ അതാ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് ചിക്കൻ എടുത്തു. അത് ഉപ്പും മഞ്ഞളും ജസ്റ്റ് മസാല തേച്ച് വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ അവിടെ അങ്ങനെ അതിക്ക് ഇത്തിരി കൂടി മുളക് പൊടി ഇട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണയിൽ ഇങ്ങനെ പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഒക്കെ കൂടെ ഇട്ടില്ല, വെളിച്ചെണ്ണ കുറച്ചായതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് പൊരിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ വറുത്തെടുക്കണില്ല കേട്ടോ. ഒരു ഭാഗം ഒന്ന് വെന്ത് പിന്നെ മറ്റേ ഭാഗം ഒന്ന് വെന്ത്. അപ്പോൾ ആ ചിക്കൻ്റെ ആ ഒരു ടേസ്റ്റ് ഇങ്ങനെ ആ എണ്ണയിലായാലേ നമ്മൾ പിന്നെ ആ എണ്ണയിലാണ് ഉള്ളിയൊക്കെ വാട്ടിയെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യാം കേട്ടോ. എങ്ങനെ ആക്കുമ്പോൾ നീനുനും മോളൂനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അധികം വെള്ളം പാർന്ന് കറിയില്ലാതെ ആ ഒരു രീതിയിൽ ഒരു കടായി എന്നൊക്കെ പറയാം. എന്നാൽ കടായി ആണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഈ ഒരു ടേസ്റ്റിൽ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്ന മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനും വേഗം ചിക്കൻ ആദ്യത്തെ ഇതാണ് ഒരു 4-5 പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ അത് വെന്തപ്പോൾ അത് കോരി എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അടുത്ത ട്രിപ്പ് ഇടുകയാണ്. കാരണം ഒക്കെ കൂടെ ഇടാനുള്ള വെളിച്ചെണ്ണ ഞാൻ എടുത്തിട്ടില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ കാരണം എന്താ വെച്ചാൽ ഞാൻ വെളിച്ചെണ്ണ കൂടുതൽ ഉപയോഗിക്കുന്നു പറഞ്ഞ ഒരുപാട് കമൻറ്റ് ഉണ്ട്. ഞാൻ അങ്ങനെയൊന്നും ഉപയോഗിക്കുന്നില്ല കേട്ടോ, ആ ഒരു ആവശ്യത്തിനുള്ളത് തന്നെ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ ആ ബാക്കിയുള്ള ചിക്കൻ 4-5 പീസ് ഉണ്ടായിരുന്നു അതും ഇട്ട് അതും ജസ്റ്റ് ഒന്ന് വറുത്തത് കോരി എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ആ ഒരു എണ്ണയിലേക്ക് അപ്പോൾ ഈ ചിക്കൻ ഇങ്ങനെ വെന്ത എണ്ണ വേറൊരു മണമായിരിക്കുമല്ലോ, അതിലേക്ക് നമ്മൾ ഉള്ളി ഇടുമ്പോൾ ഒരു പ്രത്യേക മണമാണ് കേട്ടോ, നല്ല മണം വരും. അപ്പോൾ ആ ഒരു ടേസ്റ്റാണ് മക്കൾക്കൊക്കെ കൂടെ ഇഷ്ടമായിട്ട്. അപ്പം അതിലേക്ക് ഒന്ന് പെട്ടെന്ന് വാടാൻ വേണ്ടിയിട്ട് ഞാൻ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ നന്നായിട്ട് ഉള്ളി വാടിയിട്ടാണ് നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കുക, തക്കാളിയൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അവിടെ വാടി ഇങ്ങനെ വരുന്നുണ്ട്. പിന്നെ ഇളക്കി അങ്ങനെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പെട്ടെന്നുണ്ടായ ഓരോ പണികളാണ്. അപ്പോൾ മൂപ്പരാണെങ്കിൽ വന്നപ്പോൾ തന്നെ പഴം മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് ഇനി നെയ്ച്ചോറ് വെക്കണോ എന്താണ് ചോദിച്ചപ്പോൾ പറഞ്ഞു വേണ്ട, എനിക്ക് പിന്നെ പഴം തന്നെ വാട്ടി തന്നാൽ മതി, എനിക്ക് ഗീ റൈസൊന്നും തിന്ന് വയറ് ഫുള്ളാക്കി കിടക്കാനാവില്ല വയ്യ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ വേഗം ഇവർക്ക് ഒരു അടുപ്പത്ത് പഴം വാട്ടിയെടുക്കുന്നുണ്ട്. ഇച്ചിരി നെയ്യാക്കിയിട്ടൊന്നും ജസ്റ്റ് പിന്നെ ആണെങ്കിൽ പഴം തമ്മിൽ അങ്ങനെ ഒട്ടാനൊന്നും പറ്റില്ല കേട്ടോ. നമ്മളിങ്ങനെ വാട്ടുമ്പോൾ മിക്സ് ആവാനൊന്നും അങ്ങനെ കുഴമ്പലാവാനൊന്നും പറ്റില്ല. അങ്ങനെ ആകുമ്പോഴൊന്നും ഞങ്ങൾ കഴിക്കില്ല. ഞങ്ങളെങ്ങനെ കഴിക്കുള്ളൂ, ഞങ്ങളിങ്ങനെ നല്ല വൃത്തിയിൽ ഇങ്ങനെ ഓരോന്നിങ്ങനെ ചട്ടിയിൽ വെച്ച് അത് ഓരോന്ന് കണ്ടോ ഇതുപോലെ ഇങ്ങനെ മറിച്ചിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ പിന്നെ മോളൊക്കെ പ്രസവിച്ച് കിടന്നതിൻ്റെ കാലത്ത് ഞാനിങ്ങനെ ഒരു ചെറിയൊരു കുണ്ടുള്ള ചട്ടി എടുത്തിട്ട് അതിലിങ്ങനെ പഴയിട്ട് വാട്ടും. അങ്ങനെയൊക്കെ ഉണ്ടാക്കിയാൽ പിന്നെ എൻ്റെ ഹസ്ബൻഡിന് പറ്റില്ല കേട്ടോ. മൂപ്പർക്ക് ഇങ്ങനെ അവിടെയും ഇവിടെ തൊടാതെ അങ്ങനെ ഇതുപോലെ ഇങ്ങനെ കിട്ടണം.
ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ഇങ്ങനെ കിട്ടണം. ഞാനത് വലിയ നമ്മൾ പത്തിരിയൊക്കെ ചുടുന്ന ദോശയൊക്കെ ചുടുന്ന ആ തവ വെച്ചിട്ട് അതിലിങ്ങനെ എടുക്കാൻ കേട്ടോ. അങ്ങനെ ഒരു ട്രിപ്പ് ഞാൻ ഒരു പഴമാണ് ആദ്യം വെച്ചത്, അതിങ്ങനെ വെച്ചു. പിന്നെ ഇതുമൂന്നൊക്കെ വേണ്ടി വരും, ഓരോന്ന് ഇപ്പം നമുക്കൊക്കെ കഴിക്കേണ്ടി വരുമല്ലോ എഴുതിയിട്ട് വേറെ ഒരു പഴം കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. അതവിടെ അങ്ങനെ വേവുന്നുണ്ട്. അപ്പുറത്ത് നമ്മുടെ ചിക്കൻ അങ്ങനെ ഇങ്ങനെ 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 മസാല ഉണ്ടാവും, ആ ഒരു രീതിയിലാണ് കേട്ടോ. നല്ല അതിൽ പിന്നെ ഉള്ളി നല്ല വാടിയിട്ട് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുത്തു. അതിലേക്ക് പിന്നെ തക്കാളി ഇട്ട് കൊടുത്തു. തക്കാളി പിന്നെ നന്നായിട്ട് ഉടഞ്ഞ് വന്നതിന് ശേഷം മസാലപ്പൊടികളൊക്കെ, മല്ലിപ്പൊടി അധികം ഇടൂല കേട്ടോ, മല്ലിപ്പൊടി ഇച്ചിരി ഇടുള്ളൂ. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, പിന്നെ ചിക്കൻ മസാലയും, പിന്നെ നമ്മളൊരു ചുവപ്പ് കളറൊക്കെ വരാൻ വേണ്ടിയിട്ട് ഇച്ചിരി കാശ്മീരി പൊടി ഇട്ട് കൊടുത്തു. പിന്നെ അതിട്ട് കൊടുത്തിട്ട് നന്നാക്കി പിന്നെ അതിങ്ങനെ ഒന്ന് ജസ്റ്റ് അതിൻ്റെ ഒന്ന് മൂപ്പിച്ചുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ അതിൻ്റെ ആ പച്ചമണം മാറണ വരെ ഇങ്ങനെ ഇളക്കും കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് അപ്പോൾ വെള്ളമൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ചിക്കൻ നന്നായിട്ടാണ് മസാല പിടിച്ചതിന് ശേഷം ഇച്ചിരി ചുടുവെള്ളം കേട്ടോ ഞാൻ പാരം. അങ്ങനെ ടേസ്റ്റ് നമുക്ക് ആ ചിക്കൻ്റെയൊക്കെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ തിളച്ച വെള്ളം പാരണം. അതൊക്കെ പാർന്ന് ഞാൻ ഒന്നും കൂടി മസാലയൊക്കെ ഇളക്കി പിന്നെ ഏറ്റവും ലാസ്റ്റ് കുരുമുളക് പൊടിയൊക്കെ ഇട്ട് മല്ലിച്ച പുതിനയൊക്കെ ഇട്ട് അടച്ച് വെച്ച് ചെറിയ തീയിൽ അങ്ങനെ വെന്ത് ഓഫാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പഴയൊക്കെ വാടി എൻ്റെ കെട്ടിയവനവിടെ കഴിച്ചിട്ടുണ്ട്. മൂപ്പര് ഷർട്ട് ഇടാൻ ഞാൻ പിന്നെ വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ല കേട്ടോ. ഞാൻ ഷർട്ട് ഇട്ടിട്ടില്ല, ഈ വീഡിയോ എടുക്കല്ലേ എന്ന് പറയും. അപ്പോൾ കഴിക്കുമ്പോൾ ഷർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ പിന്നെ ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞാൻ പണികളൊക്കെ കഴിഞ്ഞ് അടുക്കളയിൽ നിന്ന് ഇങ്ങനെ വന്നപ്പോഴാണ് നീന് വന്നത്. അവൾ ഇന്ന് ഇവിടെ ഞങ്ങളെ വീടിൻ്റെ അടുത്ത് തന്നെ ബസ് ഇറങ്ങിയത് കേട്ടോ. ഇപ്പോൾ എടവണ്ണപ്പാറ റൂട്ടിനൊക്കെയാണെന്നുണ്ടെങ്കിൽ നേരെ സ്റ്റാൻഡിലേക്ക് പോകും. ഇതിപ്പോൾ ഞങ്ങൾ മുക്കം വഴി പോകുന്നതുകൊണ്ട് ഞങ്ങളെ മുന്നിൽ ഇറങ്ങും കേട്ടോ. ആ പാലൊക്കെ കഴിഞ്ഞിട്ട് അരീക്കോട് പാലൊക്കെ കഴിഞ്ഞ് അവിടെ ഇറങ്ങിയാൽ ഒക്കെ നടന്ന് വരാനുള്ളൂ. അപ്പോൾ പിന്നെ എൻ്റെ പിന്നെ ഉളപ്പച്ചിനെ വിളിച്ചില്ല കേട്ടോ. അല്ലെങ്കിൽ സ്റ്റാൻഡിലേക്കാണെങ്കിൽ ഉളപ്പച്ചിനെ വിളിച്ചിട്ട് ഇപ്പോൾ ചെയ്യാൻ അവിടെ ഇറങ്ങിന് വരുമോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അതില്ലാത്തതുകൊണ്ട് അങ്ങനെ വന്നില്ല. അപ്പോൾ അവൾ തന്നെ നേരെ വന്നപ്പോൾ അവിടുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് വാങ്ങി സാൻഡ്വിച്ചും പിന്നെ എന്തോ ഒരു സാധനം കൂടി വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ ഓരോ പീസ് കഴിച്ച് ചെറിയ ചെറിയ പീസ് കഴിച്ചു. എല്ലാവർക്കും ഓരോ ചെറിയ കുഞ്ഞു പീസ് കഴിക്കാനുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ സാൻഡ്വിച്ചാണ് ഇത് കേട്ടോ, ബ്രെഡ് സാൻഡ്വിച്ച്. അപ്പോൾ അത് ഓരോ കഷ്ണമൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് പിന്നെ അവൾ വേഗം ചോറൊക്കെ വിളമ്പെടുത്തു. പിന്നെ അടുത്ത് വിശേഷം പറിച്ചും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതാ അവൾ അവിടെ സൈഡായിട്ടുണ്ട്, ഞാനിവിടെ ഇരുന്നിട്ടുണ്ട്. ഇനിയിപ്പം പാത്രം കഴുകാനുണ്ട്, ഇങ്ങനെയുള്ള ഒരുപാട് പണികൾ എന്നെ വെയിറ്റ് ചെയ്ത് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാനിവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ഡയറ്റ് ഈ രീതിയിലൊക്കെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നാളെ എന്തായാലും വെയിറ്റ് കാണിക്കാൻ ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.